സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ പരക്കെ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്, സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന്, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന് മിഥിലാബാലൻ ചേരും, വയനാട്ടിൽ നിന്ന് ശ്രുതിത് അയ്യപ്പത്തും, മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും വിശദാംശങ്ങളുമായി ചേരും. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, നിലവിലെങ്ങനെയാണ് മഴ സാഹചര്യം സംസ്ഥാനത്ത്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏറെക്കുറെ അത് ശരിവെക്കുന്ന നിലയിലായിരുന്നു ഇന്നലെ രാത്രിയിലും ഇന്നലെ അർദ്ധരാത്രിയിലും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും മഴ പെയ്തത്. എല്ലായിടത്തും അതിശക്തമായ മഴയായിരുന്നു ലഭിച്ചിരുന്നത്. തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലും ഒക്കെയും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തു. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ റെഡ് അലർട്ട് ഉണ്ടായിരുന്ന അതേ ജില്ലകൾ വടക്കൻ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകളിലായിരുന്നു ഇന്നലെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നത്. അതേ ജില്ലകളിൽ തന്നെ ഇന്നും റെഡ് അലർട്ട് ഉണ്ട്. അതിശക്തമായ അതിതീവ്ര മഴ ഇന്ന് ഈ ജില്ലകളിൽ ലഭിക്കും എന്ന് പറയുന്നു. മാത്രമല്ല തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഈ 3 ജില്ലകൾ കൂടി ഒഴിച്ച് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ, ഒപ്പം 60 കിലോമീറ്ററിലധികം ശക്തിയിൽ വീശിയടിക്കാൻ പോകുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിക്കും ഉരുൾപൊട്ടൽ സാധ്യതയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രകൾ പരമാവധി ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. തീരമേഖലകളിൽ പലയിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിൽ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാലാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയും ചെയ്യും. ഒപ്പം മണിക്കൂറിൽ 50-നും 60-നും ഇടയിൽ ശക്തിയിൽ കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാനുള്ള കാറ്റിനും സാധ്യത കൽപ്പിക്കുന്നുണ്ടോ ഉന്മേഷ്? സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നാണ്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഇന്നലെ മലപ്പുറത്ത് രാവിലെ പറയുമ്പോൾ കുറച്ച് ശക്തമായ മഴ പെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പലയിടങ്ങളിലും വലിയൊരു പ്രശ്നമാകുന്നത് ശക്തമായ കാറ്റ്, അതോടൊപ്പം ഉണ്ടാകും ഈ മരങ്ങൾ കടപുഴകി വീഴുക, അതുപോലെയുള്ള അപകടകരമായ സാഹചര്യമുണ്ട്. അപ്പൊ ഇന്ന് അവിടെ മലപ്പുറത്ത് നിലവിൽ എന്താണ് സാഹചര്യം? ഇന്നത്തെ ഒരു അലേർട്ട് എന്താണ് അവിടെ? സ്മിത, മലപ്പുറം ജില്ലയിൽ നിന്ന് റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും രാവിലെ കനത്ത മഴ നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ കനത്ത മഴ ഉണ്ടായിരുന്നെങ്കിലും പുലർച്ചയോട് കൂടിയ മഴയ്ക്ക് ശമനം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മലയോര മേഖലയിൽ മഴ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം എന്നുള്ളതാണ്. തീരദേശ മേഖലയിലും മഴയുണ്ട്. ശക്തമായ ഈ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ ഈ തലപ്പാറക്കടുത്ത് പാറക്കടവ് പാലത്തിന് സമീപം കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്പം നേരം ഗതാഗത തടസ്സം ഉണ്ടായെങ്കിലും പിന്നീട് ആ മരം ഇവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഈ ഒരു അനിഷ്ട സംഭവം മാറ്റി നിർത്തിയാൽ മലപ്പുറം ജില്ലയിൽ വേറെ അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എങ്കിലും ഈ മലയോരത്തുള്ളവരും ഒപ്പം തന്നെ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അന്ന് അവധി നൽകിയിരിക്കുന്നത്. ഇന്ന് റെഡ് അലർട്ട് കൂടി കണക്കിലെടുത്താണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോരത്തൊക്കെ തന്നെ അതീവ ജാഗ്രത ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം ചാലിയാർ പുഴയിലൊക്കെ തന്നെ ജലവിധാനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വയനാട്, നീലഗിരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ചാലിയാർ പുഴയിലെ ജലനിരപ്പ് അതിവേഗത്തിൽ ഉയരുന്ന ഒരു ഘട്ടമുണ്ടാകും. അങ്ങനെയെങ്കിൽ ചാലിയാറിനോട് ചേർന്ന് താമസിക്കുന്നവരും ചാലിയാർ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. മാത്രമല്ല കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെയൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തീരദേശവാസികൾക്കും നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ ശക്തമായ മഴയില്ലെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സ്മിത, സമീർ ബിൻ കരീമാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂര്യശ്രീ, ഇന്നലെ ഈ എറണാകുളം ജില്ലയുടെ തീരമേഖലയിൽ കടലാക്രമണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് ജില്ലയിലെ മഴ സാഹചര്യം? വിവരങ്ങൾ.
മോർണിംഗ് ഉമേഷ്. കഴിഞ്ഞ 3 ദിവസമായി എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നും അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് ഇന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇന്ന് എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകമായിരിക്കുന്നത്. അങ്കണവാടികൾക്കുൾപ്പെടെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ശക്തമായ കാറ്റും മഴയും ഇന്നലെ രാത്രി വരെ എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. കാലടി, നെടുമ്പാശ്ശേരി, ആലുവ ഭാഗങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ തന്നെയും ശക്തമായ മഴയിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും മരം ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈദ്യുതി തടസ്സവും അതുവഴി ഗതാഗത തടസ്സവും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ജില്ലയിലെ തീരദേശ മേഖലകളിൽ ഇന്നലെ വലിയ തരത്തിലുള്ള ഒരു കടലാക്രമണ സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ തീരദേശ മേഖലയിലെ കണ്ടമാലി, അതുപോലെ തന്നെ വൈപ്പിൻ, എടവനക്കാട്, ഞാറയ്ക്കൽ, ഞായരമ്പലം പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ കടൽ കയറ്റമുണ്ടായി. വീടുകളൊക്കെ തന്നെ തകർന്നിരുന്നു. കണ്ടമാലിയിലെ ഒരാളുടെ വീടിന് അതിശക്തമായ ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ വലിയ രീതിയിൽ കടൽ കയറാനുള്ള സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റടിച്ചേക്കാമെന്നുള്ള മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പുലർച്ചെ അതിശക്തമായ മഴയ്ക്കൊക്കെ തന്നെ ഒരു ശമനമുണ്ട്. മഴ നേരിയ തോതിൽ പൊടിഞ്ഞു മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇന്നലെ അർദ്ധരാത്രി വരെ അതിശക്തമായ മഴയായിരുന്നു. ഇന്ന് ഓറഞ്ച് അലർട്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ തീരദേശ മേഖലകളിൽ കടൽ കയറ്റത്തിനുള്ള സാഹചര്യവും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നദികളിൽ കുളിക്കാൻ ഇറങ്ങുകയോ മറ്റാവശ്യങ്ങൾക്കൊക്കെ തന്നെ ഇറങ്ങരുതുന്നുണ്ട്. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിൽക്കുന്നത്. മണിക്കൂറിൽ തന്നെ അതിശക്തമായ കാറ്റ് 60 കിലോമീറ്റർ വരെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റും ഒപ്പം തന്നെ അതിശക്തമായ മഴയുമാണ് എറണാകുളം ജില്ലയിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശ്രീയാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള മഴ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നത്. ശക്തമായ മഴ തന്നെയാണ് എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലായി പെയ്യുന്നത്. കടലോര പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്.